ചാരിയിട്. ഇലക്ഷനിൽ മനുഷ്യൻ വോട്ട് കൊടുത്ത് ജയിച്ചു വന്നാൽ പോലും അവരെ ഇരുത്തി പരിപ്പിക്കില്ല എന്ന് വെച്ചാൽ എന്തു ചെയ്യും? ജനങ്ങൾ തന്നെയാണ് അവരെ കയറ്റണത്. ആ ജനങ്ങൾ കയറ്റുന്ന അവരെ വീണ്ടും താറുമാറാക്കി അവിടെ പിന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് 45 കൊല്ലം ഭരിച്ചുകൊണ്ടിരുന്നവരല്ലേ അവിടെ തിരുവനന്തപുരം. ഇപ്പോൾ കുറേ BJPക്കാർ അവിടെ ജയിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവരെ എങ്ങനെയും താറടിച്ച് കളഞ്ഞ് അവിടെ വീണ്ടും കുളവാക്കി കളയാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് ഗുണം ചെയ്യരുത്. അവർ നേരത്തെ ഭരിച്ച പോലെ തന്നെ ഇരുന്ന് ഭരിച്ച അവിടുത്തെ ജനങ്ങൾ ഒരു ഗുണവും അറിയരുത് എന്നോർത്തുകൊണ്ട് മാത്രം ഈ പാർട്ടിക്കാർ, എന്തു പാർട്ടി ഇത്? ഇങ്ങനെയാണോ പാർട്ടി കളിക്കണത്? ഇപ്പോൾ അവിടെ എന്താ നടക്കണത്? ഇനി വീണ്ടും ഇലക്ഷൻ വയ്ക്കണം. ഇലക്ഷൻ വെച്ച് അവർ ജയിക്കാൻ അവിടുത്തെ ജനങ്ങൾ അത്ര പൊട്ടന്മാരൊന്നും അല്ലല്ലോ. അവിടുത്തെ ജനങ്ങൾ നല്ലൊരു ഭരണം കാഴ്ചവെച്ച് അവിടുത്തെ സാധാരണക്കാർക്ക് നല്ലൊരു വഴി കാട്ടിക്കൊടുത്ത് അവർക്ക് കിട്ടേണ്ട സാധനങ്ങൾ മേടിച്ച് കൊടുത്ത് അവിടെ നന്നായിട്ട് ആക്കാൻ ആ വാർഡുകളിൽ അത് അവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത രീതിയിലാക്കി കളയാനായിട്ട് ഈ LDF UDF എന്താണിങ്ങനെ? ഇപ്പോൾ LDFകാരാണ് കൊണ്ട് പരാതി കൊടുത്തത്. അവരിത്രയും നാൾ ഇരുന്ന് ഭരിച്ചടമല്ലേ, ജനങ്ങളെ പറ്റിച്ചാണ് അവർ ഇത്രയും കാലം കയറിയിരുന്ന് ഭരിച്ചത് അല്ലേ. ഇപ്പം ജനങ്ങൾക്ക് ബോധം വെച്ച് വന്നപ്പോൾ ഭരിപ്പിക്കില്ല എന്ന്. ഇത് നാട്ടിൽ നീതിയൊന്നും ഇല്ല ഇവിടെ. ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ കോടതി ഇടപെടണം. ഇവരെയൊക്കെ കോടതി തന്നെ നേരെയാക്കണം, അല്ലാതെ ഒരു രക്ഷയില്ല. അല്ലാതെ ഇവർ നന്നാകില്ല. ഇങ്ങനെ പോയാൽ എന്തു ചെയ്യും മനുഷ്യർ? അതുപോലെ തന്നെ ഉള്ള വാറു പോരാ, വീണ്ടും വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കി കുഞ്ഞു കുട്ടികളെ വരെ കളയാൻ വേണ്ടിയിട്ട് അത് നന്നാവുക. മറ്റൊരു കൊള്ളുമില്ല. ഇനി ഇവർ കയറി നന്നാകട്ടെ എന്നോർത്തുകൊണ്ട് ഇവരെ നന്നാക്കാൻ കയറ്റും. ഇവർ അതിൻ്റെ അപ്പുറമായിട്ടാണ് ഇപ്പം തുടങ്ങുന്നത്. എന്താണ് ജനങ്ങൾ എന്താ ചെയ്യേണ്ടത്? ജനങ്ങൾക്ക് ഗുണം കിട്ടേണ്ട രീതിയിലല്ലേ ഭരിക്കേണ്ടത്, അല്ലാതെ അവർക്ക് മാത്രം ഗുണം കിട്ടാനല്ലല്ലോ ഭരിക്കേണ്ടത്. ജനങ്ങൾക്കും കൂടെ ഗുണം കിട്ടാനല്ലേ ഭരിക്കേണ്ടത്. വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. വെറുതെ ഇല്ലാത്ത കാര്യങ്ങളുണ്ടാക്കി കേസും ബുക്കറുമായിട്ട് നടക്കുക. ഭരണം ഇതൊക്കെ നന്നായിട്ട് കേന്ദ്ര പ്രദേശമാക്കുകയാണെങ്കിൽ നല്ലൊരു ഭരണവും വരും. സാധാരണക്കാർക്ക് ജീവിക്കാൻ യാതൊരു കഷ്ടപ്പാടുമില്ല. സാധനങ്ങൾക്കും വില കുറയും. ഇപ്പോൾ അതേ നടക്കുകയുള്ളൂ. കളിച്ച് മറ്റൊരു പോയി എന്നാൽ ഇവർ നന്നാകട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഇവർ കയറിയപ്പോൾ അവരതിൻ്റെ അപ്പുറമാക്കുക. കുറേ ബസ് യാത്ര കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടൊന്നും അല്ല, ജനങ്ങൾക്ക് മാത്രമല്ല ഗുണം. അതാർക്ക് ഇത്രയും ജനങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു അംശം പേർക്കാ കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ളിടത്ത് വണ്ടിയില്ല, ഒന്നുമില്ല. അല്ലേ തന്നെ എന്നും യാത്ര ചെയ്യാൻ പോവുകയാണ് ആൾക്കാർ. അത് നാട്ടിൽ ഗുണം ചെയ്യണമെന്നേ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക, നാട് നന്നാക്കുക, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു. അതുപോലെ തന്നെ ഒരു സിനിമാ നടൻ മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് 1 കോടി രൂപ അങ്ങാർക്ക് കൊടുക്കാൻ അവരഭിനയിച്ചെങ്കിൽ അവർ കാശ് മേടിച്ചിട്ട് അഭിനയിച്ചു. അവർ ചുമ്മാതെയല്ല അഭിനയിച്ചത്. ആ 1 കോടി രൂപ ഉണ്ടെങ്കിൽ എത്ര വീട് വെച്ച് കൊടുക്കാം സാധാരണക്കാർക്ക്, ഈ പാവങ്ങൾക്ക്? എത്ര വീടില്ലാതെ എത്രയോ പേര് കിടക്കുന്നു. അതുപോലെ നാട്ടിൽ എന്തെല്ലാം കാര്യം ചെയ്യാൻ കിടക്കുന്നു. 1 കോടി രൂപ കൊടുത്ത് അയാളുടെ പാർട്ടിക്കാരനാണെന്നും പറഞ്ഞുകൊണ്ട് സതീശൻ ഉണ്ടാക്കുന്നു. പാർട്ടിക്കാർക്കെല്ലാം വീട് സ്മാരകം പണിത് കൊടുക്കാനാണോ കയറുന്നത്? സ്മാരകം പണിത് കൊടുക്കുന്നു 1 കോടി രൂപയ്ക്ക്. ആ 1 കോടി രൂപ ഉണ്ടാക്കിയ സ്മാരകത്തിനല്ല ആവശ്യം. അയാളെ എല്ലാവർക്കും ഇഷ്ടമാണ്, അതൊക്കെ ശരിയാണ്. അയാൾ അഭിനയിച്ച് അപ്പോൾ അങ്ങനെ ആരെല്ലാം മരിച്ചിട്ടുണ്ട്, അവരുടെ എല്ലാം പേര് സ്മാരകം വേണമല്ലോ. എത്രയോ നല്ല നല്ല നടന്മാരുണ്ടായിരുന്നു, അവരുടെയൊക്കെ പേര് വേണ്ടേ? അതുപോലെ തന്നെ പെണ്ണുങ്ങളുടെ പേര് വേണ്ടേ? പെണ്ണുങ്ങൾ ഒത്തിരി പേര് മരിച്ചു പോയിട്ടില്ലേ? പാട്ടുകാരുടെ പേര് വേണ്ടേ? ആരുടെ പേരിലാണ് വേണ്ടാത്തത്? അങ്ങനെ നോക്കിയാൽ നല്ല ഭരണമാണല്ലോ കാഴ്ചവെക്കാൻ കയറിയേക്കുന്നത്. കുറേ സീറ്റ് കിട്ടിയെന്നും പറഞ്ഞോണ്ട് നല്ല ഭരണം. 1 കോടി രൂപ കൊടുത്തേ
സൽകുമാറിന് സിനിമാ നടന് കയറി സ്മാരകം പണിയാൻ പോകണം. അത് വേണ്ട, അവർ പണിതോളും വേണമെങ്കിൽ. അഭിനയിച്ചെങ്കിൽ പൈസ മേടിച്ചിട്ടാ, ചുമ്മാതെ ആരും അഭിനയിച്ചിട്ടില്ല. കാശ് മേടിച്ച് അഭിനയിച്ച് പാർട്ടിക്കാരനെ ഉണ്ടാക്കാൻ നടക്കണം. അതും കൊണ്ട് വീട് പണിത് കൊടുക്കുക സാധാരണക്കാർക്ക്, പാവങ്ങൾക്ക് ആ 1 കോടി രൂപ ഒക്കെ. ആഹാ, കയറ്റി വിട്ട് നല്ലത് ചെയ്യുന്നവർക്ക് കയറ്റി വിട്ട് ജനങ്ങളിപ്പം നല്ലതാണ് ചെയ്തുകൊണ്ട് വരുന്നതല്ല. 3000 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു, അതിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. അതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. വേണ്ടാത്ത കുറേ ബാറ്, മീരും കുറഞ്ഞ കുറേ മദ്യം, പിന്നെ 1 കോടി രൂപയുടെ സ്മാരകം, ഇതൊക്കെയാണ് നാട്ടിൽ ആവശ്യം. നാട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ മുടക്കുക. കുറേ കയറ്റി വിട്ട് ഈ ജനങ്ങൾ എന്താ ഇങ്ങനെ പൊട്ടന്മാരായിട്ട് വരുന്നത്? നല്ല ഭരണം കാഴ്ച വയ്ക്കുക, അതാണ് നമുക്ക് ആവശ്യം. നാടിന് നല്ലത് ചെയ്യുക, ജനങ്ങൾക്ക് നല്ലത് ചെയ്യുക. അല്ലാതെ അവിടെ കയറി അവരെ താഴെ ചാടിക്കാനും എന്നിട്ട് കൂട്ടുകൂടിയിരുന്ന് പരിക്കുക, എന്നിട്ട് കട്ട് മുടിക്കുക, ഇതൊക്കെയാണ് നടക്കുന്നത്. കൂട്ടുകൂടിയിരുന്നിട്ട് കട്ട് മുടിക്കുക. സാധാരണക്കാർക്കൊന്നുമില്ല. നേരത്തെ ഇരുന്നവർ അവിടെ ഒരു കുളം നന്നാക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് എത്ര ലക്ഷം കോടി രൂപയാണ് മുടക്കിയത്. 25,000 രൂപ പോലും മുടക്കിയിട്ടില്ല. കുറേ ചപ്പും ചവറും വന്നത് വാരി മാറ്റി. അതല്ലാതെ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് എത്ര ലക്ഷം രൂപയാണ് എടുത്തത് തിരുവനന്തപുരം കോർപ്പറേഷൻ? അതുപോലെ ഇനിയും ആക്കാനാണോ? ഇപ്പം കയറിയിരിക്കുന്നവർ ജനങ്ങൾക്ക് ഗുണമായിട്ട് ചെയ്യുന്നുണ്ട്. അവരെ താഴെ ചാടിക്കാൻ വേണ്ടിയിട്ട് LDF നടക്കണം. ഈ LDFനെ നമ്മൾ ഒരിക്കലും ഇനി കയറ്റാൻ പോകരുത്, ഒരിടത്തും കയറ്റരുത്. അവർ എന്താ ഇങ്ങനെ തുടങ്ങണേ? നന്നായിട്ട് ഭരിക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ലല്ലോ. ഇതെന്താ സാധാരണക്കാർ ജനങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് കയറി നല്ല ഭരണം കാഴ്ച വെക്കുമ്പോൾ അവിടെ താറുമാറാക്കി വീണ്ടും പണ്ടത്തേൻ്റെ അപ്പുറമാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നു. അല്ലാതെ എന്നാ ഗുണം ചെയ്യണം? ഞാൻ നോക്കിയിട്ട് ഒരു ഗുണം ചെയ്യാനല്ല ഇവരൊന്നും കയറണത്. ഇവർ കയറണത് ഇവർക്ക് ഗുണം ചെയ്യാനാണ്. അതുപോലെ തന്നെ ആ സോണന, അയാൾ നല്ലത് നാട്ടിൽ ചെയ്യുന്നുണ്ട്. അതവിടെ പറയുന്നുണ്ട്, ജനങ്ങൾ പറയണത് ഞാൻ സാധാരണ കേൾക്കാറുണ്ട്. അങ്ങാരെ കള്ളക്കേസിൽ കുടുക്കി ആ MLA പ്രസാദ് എന്ന് പറഞ്ഞവന്, അവനെ LDF ഗുണമില്ലപ്പം. ഭഗവാനെ, ഇവരുടെയൊക്കെ കൂട്ടത്തിൽ പോയി വോട്ടും കൊടുത്ത് ജയിച്ചുകൊണ്ടിരുന്ന ഞാനൊക്കെ എത്ര വിഡ്ഢിയായിപ്പോയി. ഇവർക്കൊക്കെ വോട്ടും കൊടുത്ത് LDF ആണ് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് ഇവർക്കൊക്കെ വോട്ട് കൊടുത്ത് എന്നെയൊക്കെ എത്ര ചവിട്ടിയാലും പോരെന്നാ ഞാൻ പറയുള്ളൂ. ജനങ്ങൾ അങ്ങാരുടെ പേരിൽ ഇല്ലാത്ത കേസുണ്ടാക്കി രാത്രി പോയി വീട്ടിൽ പോയി ബലം പ്രയോഗിച്ച് പിടിച്ച് വലിച്ച് അയാളുടെ എന്നിട്ട് അവിടെ നിന്ന് LDF ജയിക്കുക. അവിടെയുള്ള ജനങ്ങൾ വോട്ട് കൊടുത്തില്ലെങ്കിൽ അവർ കയറുമോ? കയറുമില്ലല്ലോ. ഈ LDF അവിടെ നിന്ന് സോണനെ കളഞ്ഞിട്ട് എന്നിട്ട് ഭരണം അട്ടിമറിച്ചിട്ട് കയറാൻ വേണ്ടിയിട്ടല്ലേ, ആ പണ്ടത്തെ ഭരണം ഭരിക്കാൻ വേണ്ടിയിട്ട്, നാട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. തിരുവനന്തപുരംകാരത് മനസ്സിലാക്കണം കേട്ടോ. ഞാൻ അത്രേ പറയുള്ളൂ. തിരുവനന്തപുരംകാർ ആര് നല്ല ഭരണം കാഴ്ചവെക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു കാരണവശാലും ഇങ്ങനെയുള്ളവരെ ഇനി നമ്മൾ കയറ്റാൻ പോരുത്. അതുപോലെ തന്നെ വെള്ളം കുറേ അവിടെ കളിപ്പിച്ചു സാധാരണക്കാരെ. അതൊക്കെ അവിടെയുള്ള ജനങ്ങൾ മനസ്സിലാക്കുക. അവിടെ പൂട്ടിയിട്ട് അവർ തിരുവനന്തപുരത്തിന് പോയപ്പം വെള്ളം പൂട്ടിയിട്ടിട്ട് ഇവർ അവിടെ വിളിച്ചാൻ ഇവരെല്ലാവരും കൂടെ പോയാൽ അവരെന്താ ചെയ്തത്? വെള്ളം കിട്ടാതെ ജനങ്ങൾ വലയാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ഇവരെ കളയാൻ വേണ്ടിയിട്ടുള്ള കള്ളത്തരം കാണിച്ചതല്ലേ ഈ LDFകാരെ. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകുന്നുമുണ്ട് ആരെന്താ ചെയ്യണമെന്ന്. BJPക്കാർ ചെയ്താൽ അതും കൊള്ളൂലെന്ന് പറയുന്ന ആൾക്കാർ ഉള്ളൂ. ആര് ചെയ്താലും കൊള്ളില്ലെന്ന് തന്നെ പറയും. നല്ലത് ചെയ്യണത് നല്ലത് തന്നെ പറയും. ഇപ്പം കോൺഗ്രസ്സുകാർ കയറിയിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് മുനമ്പ ശരിയാക്കാമെന്ന് പറഞ്ഞ ആളാണ് ഇപ്പം കയറിയിരിക്കുന്നത്. ആ 10 മിനിറ്റ് പോയിട്ട് ഇപ്പോൾ എത്ര മിനിറ്റ് കഴിഞ്ഞു? ഇതുവരെ മുനമ്പ ശരിയാക്കിയില്ലല്ലോ. ആ 10 മിനിറ്റ് ഉള്ളതിന് 25 മിനിറ്റ് എടുത്തിട്ടാണെങ്കിലും അതൊന്ന് ശരിയാക്കി അവർക്ക് അവരുടെ ഭൂമി മുനമ്പം അല്ല, വക്കപ്പ് സർവ്വതും മുനമ്പക്കാർക്കും വക്കപ്പിൻ്റെ മൊത്തം എടുത്തു കളഞ്ഞ് നേരെയാക്കണം. സാധാരണക്കാർക്ക് ജീവിക്കണം, പാവങ്ങൾക്ക് ജീവിക്കണം.
10 മിനിറ്റ് കൊണ്ട് കളയുമെന്ന് പറഞ്ഞു. ഇതുപോലെയല്ല ഇവരുടെയൊക്കെ തട്ടിപ്പും വെട്ടിപ്പും ഈ പാർട്ടിക്കാർ കള്ളം പറഞ്ഞ് ഇത് കേൾക്കാൻ കുറേ പൊട്ട ജനങ്ങൾ. ഇപ്പം അച്ഛന്മാരാണേലും മിണ്ടുന്നില്ല. അവർക്കൊക്കെ വേണ്ടിയിട്ട് അച്ഛന്മാരിറങ്ങണമെന്നേ. ഈ വക്കപ്പിന് വേണ്ടിയിട്ട് അച്ഛന്മാർ മുമ്പോട്ട് ഇറങ്ങണം. സാധാരണക്കാരാണ്, പാവങ്ങളാണ്, അവർക്ക് വേറെ കിടപ്പാടും ഒന്നും ഉള്ളവരല്ല. അതിന് അച്ഛന്മാരും ഇറങ്ങണം. അച്ഛന്മാരതിന് എന്താ ചെയ്യണേ? അച്ഛന്മാർ ഇവർക്ക് കൂട്ടും പിടിച്ച് നടക്കണ കൊള്ളാവോ? കൊള്ളൂലല്ലോ. അച്ഛന്മാരൊക്കെ നല്ലത് ചെയ്യാനായിട്ട് നോക്കുക, അത്രേ ഉള്ളൂ. ആരുടെ കയ്യിലാണ് തെറ്റ്, ആരുടെ കയ്യിലാണ് ഇതൊക്കെ മനസ്സിലാക്കുക. തെറ്റ് ചെയ്യുന്നവരാരാണെങ്കിൽ അവരെ ശിക്ഷിക്കാനുള്ള ഇടപാടുണ്ടാക്കുക. അല്ലാതെ ചുമ്മാ നല്ലൊരു മനുഷ്യരെയൊക്കെ വഴിയാധാരമാക്കാൻ നടക്കരുത്. നല്ല ഭരണമാണ് ഇവിടെ വേണ്ടത്. എല്ലാവർക്കും ജീവിക്കാനുള്ള ഇത് വേണം. ഒരാൾക്കോ 2 പേർക്കോ 3 പേർക്കോ ജീവിച്ചാൽ പോരാ, എല്ലാവർക്കും ജീവിക്കണം. അതുപോലെയുള്ള ഭരണം കാഴ്ചവെക്കണം. അതുപോലെ തന്നെ പെൻഷൻ വെട്ടിക്കളഞ്ഞവരുടെ പെൻഷൻ തിരിച്ചു കൊടുക്കണം. ഒത്തിരി പേരുടെ പെൻഷൻ പിണറായി സർക്കാർ ഇരുന്ന കാലത്ത് കളഞ്ഞിട്ടുണ്ട്. ആ പെൻഷൻ സാധാരണക്കാർക്ക് അവർക്ക് മരുന്ന് വാങ്ങണം, പ്രായമായവരാണ്. ആ പെൻഷൻ തിരിച്ചു കൊടുക്കാനുള്ള ഓർഡർ ഉണ്ടാകണം. സതീശൻ്റെ മന്ത്രിസഭ അത് ചെയ്യണം. പെൻഷൻ അവർക്ക് വേറെ വരുമാനങ്ങളൊന്നും ഉള്ളവരല്ല, എല്ലാവരുടെയും. എൻ്റെയൊക്കെ പെൻഷൻ വെട്ടിക്കളഞ്ഞേക്കണ, എൻ്റെ വിധവാ പെൻഷൻ. അതുകൊണ്ട് അത് ചെയ്യണം. നല്ലൊരു ഭരണമായിരിക്കണം. എല്ലാവർക്കും വേണ്ട ഭരണമായിരിക്കണം. അല്ലാതെ കുറച്ച് പേർക്ക് മാത്രം വേണ്ട ഭരണമായിരിക്കരുത്. എല്ലാവർക്കും വേണ്ട ഭരണമായിരിക്കണം. എല്ലാവർക്കും ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുന്നു.